സഹൃദയരെ കലാസ്നേഹികളെ, കുടുംബ പ്രേക്ഷകരുടെ നായകൻ ജയറാമേട്ടൻ രാജ്യമറിയുന്ന കുടുംബസ്ഥനായി സിനിമകളിൽ റൗണ്ടിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന വിഷരഹിതമായ ആ കാലഘട്ടം. അന്ന് ISA മുദ്രയുള്ള സർട്ടിഫൈഡ് മഞ്ഞക്കാർഡുകാരിയായി ജയറാംപേട്ടനൊപ്പം ക്രിമി ടോമി തകർത്താടിയ സിനിമ 2015 കാലഘട്ടത്തിലാണ് ഈ സിനിമ റിലീസായത്. ഇടിവെട്ടിയ ജയറാമേട്ടനെ റിമി കടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു വെള്ളിയാഴ്ച തിയേറ്റർ റിലീസായിട്ട് തിങ്കളാഴ്ച തിയേറ്ററിൽ ഇറങ്ങിപ്പോയ തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന മാസ്റ്റർ പീസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. So guys, come on, let's watch this movie together. ആരംഭിക്കുന്നത് ഒരു സീരിയലിന്റെ ഷൂട്ടിംഗ് കാണിച്ചുകൊണ്ടാണ്. കുക്കറി കിടന്ന കടല കണ്ടില്ലെന്നും പറഞ്ഞ് കുടുംബം കത്തിക്കുന്ന ഒരു സീരിയൽ കാണിച്ചുകൊണ്ടാണ് തുടക്കം. ഇത് മായാവതി തള്ള. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഉണ്ണിയപ്പ പോലത്തെ മുഖഭാവം കണ്ടാൽ അറിഞ്ഞുകൂടി ഇവിടെ എന്താണ് നടക്കുന്നതെന്ന്. അമ്മായിയമ്മ ക്ലാസിക്കായി വീടിന്റെ പുറത്തേക്കുള്ള വഴി മരുമോൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു സീനാണ് ഷൂട്ട് ചെയ്യുന്നത്. രാജസ്നേഹം സാർ സൂക്ഷിച്ചിരിക്കണം, ഇല്ലെങ്കിൽ വെള്ളത്തിൽ പോകും. രാജസ്നേഹം സാർ ഡയറക്ടറും രോഗം വന്ന മോഹൻലാൽ പ്രൊഡ്യൂസറും. സോ നമ്മുടെ ഐവണമി മോഹൻലാൽ ഒരു തിരുവനന്തപുരംകാരനാണ്. ഇദ്ദേഹം ഈ സിനിമയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് കഥാപാത്രമാണ് ചെയ്യുന്നത്. വില്ലനാകും വില്ലന്റെ കൂട്ടുകാരനാകും, നായകനാകും നായകന്റെ അളിയനാകും. നല്ലവനാണോ കെട്ടവനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു കഥാപാത്രമാണ്. പിന്നെ ഭാഷ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സ്ത്രീകളെ പൾസ് എന്തിരുന്ന് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. തന്നെ തന്നെ നീ പാറശാല അന്ന. പക്ഷെങ്കിൽ പടത്തില് പലയിടത്തും തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരം ഭാഷ മാറി തൃശ്ശൂർ ഭാഷ സംസാരിക്കും. പിന്നെ ഇത് നായകന്റെ അച്ഛൻ പട്ടാളത്തിൽ പാചകക്കാരനായിരുന്നു. ഇപ്പൊ റിട്ടയർഡ് ആയി വന്ന് വീട്ടിൽ ഭാര്യയെ മർദ്ദിക്കുന്നു. പിന്നെ രാജ്യസേവനം ചെയ്ത് ജീവിച്ച ആളല്ലേ, റോസ്റ്റിംഗ് ഒന്നും ചെയ്ത് ജീവിക്കാൻ പറ്റില്ലല്ലോ. അതിനാൽ ഇപ്പൊ റിട്ടയർഡ് പ്ലാപ്പുകൾക്ക് മോട്ടിവേഷൻ കൊടുത്ത് ജീവിക്കുന്നു. പിന്നെ എല്ലാവരും ഡൈ ചെയ്ത് ചെറുപ്പം കാത്തു സൂക്ഷിക്കണം. ഇത് പിന്നെ അമ്മയും ചേട്ടത്തിയും പത്തരമാറ്റി സീരിയൽ ഭ്രാന്തികൾ. സോ നമ്മുടെ നായകനെ കാണാനില്ല. ഒരേ സമയം 9 ലൊക്കേഷനിൽ സ്പോട്ട് കഥ എഴുതുന്ന ആളാണ്. അയാളെ തന്ത പിടിച്ച് പൂട്ടിയിട്ടേക്കാണ്. ഈ സീരിയലിന്റെ ശല്യം കാരണം തനിക്ക് രാജ്യത്തെ ഒന്ന് സ്നേഹിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പിടിച്ച് പൂട്ടിയിട്ടേക്കും. കുടുംബക്കാരെ മുഴുവൻ പരസ്യപ്പെട്ട സ്ഥിതിക്ക് ഇനി നായകന്റെ എൻട്രി ആകാം. നോക്കും, നമ്മൾ മലയാള സിനിമകളിൽ പലതരത്തിലുള്ള എൻട്രി കണ്ടിട്ടുണ്ട്. വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നത്, കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത്, നടന്നു വരുന്നത്, ഇരുന്നു വരുന്നത്, പറന്നു വരുന്നത് വരെ നമ്മൾ കണ്ടിരിക്കാം. എന്നാൽ ലോകത്താരും ചെയ്തൊരു പ്രത്യേകതരം എൻട്രി വേണമെന്ന് ജയറാമേട്ടൻ. എങ്കിൽ ഇന്നാ പിടിച്ചു എന്ന് ഡയറക്ടർ. മാസാക്കാൻ നോക്കിട്ട് ജയറാമേട്ടന്റെ ആസായി പോയ മറ്റൊരു ഇൻട്രോ. ഇതൊക്കെ സാക്ഷാൽ ഇളയ വളപതിക്ക് പറഞ്ഞിട്ടുള്ള ഇൻട്രോയാണ് ഗൈസ്. ജയറാമേട്ടൻ ഇതിൽ പ്രശസ്തനായ എഴുത്തുകാരൻ ജയദേവൻ ചുങ്കത്തറയാണ്. പേരൊക്കെ കൊള്ളാം, പക്ഷെ നമ്മുടെ 80കളുടെയും 90കളുടെയും രോമാഞ്ചമായ 100 കിൻഡൽ വെയിറ്റ് ഉള്ള അമ്മ പെങ്ങന്മാരുടെ മനസ്സിലൊക്കെ സ്ഥാനം പിടിച്ച ആ പേര് ഇതല്ല. TV സ്ക്രീനിൽ ആ പേര് എഴുതി കാണിക്കുമ്പോഴേ കണ്ണ് നിറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയോ അതാരുടെ പേരാണെന്ന്? മീൻവെൽ നമ്മുടെ ചുങ്കത്തറ 9 സെറ്റും ഒരുപോലെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കവേ ഒപ്പം തന്നെ പുള്ളി ഒരു ഇന്റർവ്യൂവിനും പങ്കെടുക്കുകയാണ്. വെരി ബിസി മാൻ. സ്ത്രീകൾക്ക് വേണ്ടി കണ്ണീർ സീരിയലുകൾ എഴുതുമെങ്കിലും പുള്ളിക്ക് സ്ത്രീകളോട് അത്ര താല്പര്യമില്ല. ആ കാലഘട്ടത്തിൽ അൾട്ടിമേറ്റ് സ്വയം പ്രഖ്യാപിത സിഗ്മയാണ് പുള്ളി. ഈ ജന്മത്തെ ഞാൻ വിവാഹം കഴിക്കില്ല. ഇനി ജയദേവൻ ചുങ്കത്തറ പ്രശസ്തനല്ലേ? പുള്ളി എങ്ങനെ വളച്ചെടുക്കാൻ പറ്റിയ ജീവിതം സെറ്റിലായില്ലേ? അങ്ങനെ ഒരു അമ്മ തന്റെ സുന്ദരിയായ മകളെ ജയദേവനെ വളയ്ക്കാനായി പറഞ്ഞു വിടുകയാണ്. സിഗ്മകളിലെ സന്യാസിയായി ജയദേവൻ ഉണ്ട് കുലുങ്ങുന്നു. ഇവളുടെ നോട്ടവും ചാട്ടവും ശരിയല്ലെന്ന് മനസ്സിലായ ജയദേവൻ പുതുതായി സീരിയലിൽ അഭിനയിക്കാൻ വന്ന ആ കുട്ടീനെ തന്റെ തൂലികയുടെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് തൊട്ടടുത്ത എപ്പിസോഡിൽ അവളെ എങ്ങ് കൊല്ലുന്നു. ആ പെണ്ണിനെ പെട്ടെന്ന് കൊല്ലുക പറഞ്ഞ എന്നോട് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുന്ന ഒറ്റൊരുത്തി പോലും എന്റെ സീരിയലിൽ വേണ്ട. ശ്രീമംഗലത്തെ വിളക്കണങ്ങി ബ്രഹ്മാവങ്കൾ എന്താണോ പ്രപഞ്ചത്തിൽ ചെയ്യുന്നത് അതുപോലെ സൃഷ്ടി സ്ഥിതി പരിപാലനം ഒക്കെ ഒരുമിച്ച് ചെയ്യുന്ന ഒരാളാണ് ജയദേവൻ ചുങ്കത്തറ സീരിയലിൽ. ഇനി ഇതേ നമ്മുടെ പാഷാണ ഷാജി പ്രകൃതിയിൽ നാച്ചുറലി കാണുന്ന ഒരു എംബോക്കെയാണ് ഇതിൽ അഭിനയിക്കുന്നത്. നേരം വെളുക്കുമ്പോ ഞാൻ ഒന്ന് രസിക്കും. അവളെയൊക്കെ പിടിച്ച് കുനിച്ചു നിർത്തിട്ടുണ്ടല്ലോ, കൂമ്പിലിട്ട് 4 കീറങ്ങ കീറും. താൻ ഭാര്യയെ തല്ലുവോ? പിന്നെ ആണെങ്കിൽ ചെറിയൊരു രസമൊക്കെ വേണ്ടേ? I think we might have a domestic abuse situation here. സോ അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ജയദേവൻ ചുങ്കത്തറയ്ക്ക് ഒരു കല്യാണ ആലോചന വരികയാണ്. ഇത് പെണ്ണിന്റെ അപ്പനും ആങ്ങളമാരെ പറ്റി പറയുകയാണെങ്കിൽ അവർ 5 സ്റ്റാർ കഴിച്ച് എല്ലാം മറന്നുപോയവർ. ഇത് പുഷ്പവല്ലിയുടെ മൂത്ത രമേശ്, ഇത് പുഷ്പവല്ലിയുടെ രണ്ടാമത്തെ. ഇവരുടെ പെങ്ങൾ AK നമ്മുടെ നായികയ്ക്ക് ഒരു കല്യാണം ഉണ്ടെങ്കിൽ അത് ജയദേവൻ ചുങ്കത്തറയെ മതിയെന്ന്. ഇനി നമ്മുടെ നായികയുടെ എൻട്രി. എനിക്ക്
ഷീസ് ഓൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. അഭിനയം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അഹങ്കാരം നല്ലോണം മുഖത്തുള്ള ഒരു നായിക. അണ്ടനും അടകൊടഞ്ഞു പോയ ആങ്ങളമാരും അരപ്പൊട്ടനായ ഒരു അച്ഛനും. സ്ത്രീകൾക്ക് ബുദ്ധിയില്ലായ്മ സൗന്ദര്യത്തിന്റെ ശിലാരൂപമാണെന്ന് കാർത്തിക് കൊടുത്തിരുന്ന ആ കാലത്തെ മാനിഫെസ്റ്റേഷൻ. ഈ റോളൊക്കെ അന്നേ റിമി ടോമിയുടെ കയ്യിൽ ഭദ്രം. ഇന്നാണെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ മഞ്ഞക്കാർഡുള്ള നടി വേറെ ആരുണ്ട്? അങ്ങനെ ഊണിലും ഉറക്കത്തിലും തന്നെ വിഴുങ്ങി ജീവിക്കുന്ന ഒരു ഭ്രാന്തി പെണ്ണിന്റെ ആഗ്രഹം സാക്ഷാൽ നായകൻ അൽ റിജക്ട് ചെയ്യുകയാണ്. ബട്ട് ഷീസ് ജയദേവൻ ചുങ്കത്തറ എഴുതിയ സീരിയലിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. ചുങ്കത്തറയുടെ സീരിയലുകൾ ഒരു സ്ത്രീയായി മാറിയിരുന്നെങ്കിൽ അതാണ് ഇതിലെ റിമി ടോമിയുടെ കഥാപാത്രം. എനിക്ക് ഈ ജന്മം ഒരു കല്യാണം ഉണ്ടെങ്കിൽ വരൻ ജയദേവൻ ചുങ്കത്തറ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ഓപ്പൺ ഓഫർ ജയദേവൻ ചുങ്കത്തറെ റിജക്ട് ചെയ്യുകയല്ലേ. അബലയും തവളയുമായ ഒരു സ്ത്രീ എന്ത് ചെയ്യും ഗൈസ്? നേരെ പോയി തൂങ്ങിച്ചാകും. തൂങ്ങും, പക്ഷെ ചാവൂല. ഫുള്ള് മേക്കപ്പോടെ നേരെ വന്ന് ഹോസ്പിറ്റലിൽ കിടക്കും. അവിടേക്ക് അപകടത്തീനെ അന്വേഷിക്കാൻ ജയദേവൻ ചിന്നക്കട എത്തുകയാണ്, ചുങ്കത്തറ എത്തുകയാണ്. ആശുപത്രിയിൽ ഏതെങ്കിലും മെഷീനിൽ ഇത്തിരി കറണ്ടടിച്ച് ഇവളങ്ങ് നിശ്ചലമായിരുന്നെങ്കിൽ സിനിമ അങ്ങ് തീർന്നതിന് നമ്മൾ ആലോചിച്ചു പോകും. ബട്ട് അതുണ്ടാകില്ല ഗൈസ്. ഈ ഇറ്റേണൽ സഫറിങ് നമ്മൾ സഹിച്ചേ ആവും. ഓർമ്മ വെച്ച കാലം മുതലുള്ള തന്റെ ആരാധ്യ പുരുഷൻ മുന്നിലിരിക്കുന്നത് കണ്ട് അവൾ ഒരുപാട് അങ്ങ് തള്ളും. ആ നിഷ്കളങ്കയായ പെണ്ണിന്റെ ബ്രാക്കറ്റിലിട്ടുള്ള സംസാരം കേട്ടതും സ്ത്രീകളെല്ലാം അടുക്കള ജീവികളും അഭിനയവാദികളും പരസ്പരം പാരവെപ്പും പഴിചാരലിന്റെ പോരാളികളും സീരിയലിന് അടിമകളും സിമ്പതിക്ക് ആഗ്രഹിക്കുന്നവരുമാണെന്നുള്ള പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഈ സ്ത്രീയെന്നും മനസ്സിലാക്കിയ കുടുംബ പ്രേക്ഷകരുടെ മിശികയായ ഈ പാതിരാമുണ്ണ ആ സ്പോട്ട്ലെസ് മൈൻഡുള്ള സ്മാർട്ട് ഗേളിനെ കെട്ടാൻ തീരുമാനിക്കും. ഇനി എന്ത് വേണം? പാചകവും വശമുള്ള ഒരു പെണ്ണിനെ കിട്ടിയില്ലേ? 3 ആഴ്ച എടുത്താ ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പഠിച്ചത്. ഇപ്പൊ ഞാൻ ബെസ്റ്റ് ആയിട്ട് വെക്കും മാമ്പഴ പുളിശ്ശേരി. ബട്ട് പെട്ടെന്ന് അവിടേക്ക് ഒരു സ്ത്രീ കൈക്കുഞ്ഞുമായി കയറി വന്ന് ഈ കല്യാണം നടക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുകയാണ്. കാരണം ആ കൊച്ചിന് തന്തയില്ലെന്നായി പോകുമത്രേ. ഞെട്ടി കല്യാണ മണ്ഡപം ഞെട്ടി. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ജയദേവന്റെ ജീവിതവും ജയദേവന്റെ സീരിയൽ പോലെ സുഗണേഷായി മാറിയോ? ആരാണെന്ന് എനിക്കറിയില്ല. വെള്ളിയാഴ്ചത്തെ എപ്പിസോഡ് കൊണ്ടുവന്ന് നിർത്തിയതാണ്. എന്തൊരു കഷ്ടാണോ? ജയദേവൻ പേടിച്ച് ജവഹർലാൽ നെഹ്റുവിനെ അവരെ വിളിച്ചു പോയല്ലോ. കല്യാണത്തിനിടയിൽ ഒരു പ്രാങ്ക് ഉണ്ടാക്കാൻ വന്നിരിക്കണം. അങ്ങനെ കല്യാണം ശുഭമായി നടന്ന ശേഷം വീട്ടിലേക്ക് കുത്തുവിളക്കുമായി കയറുന്ന നായികയുടെ കയ്യിലെത്തി ഡെഡ് ആകുന്നു. But you see, if you have a positive mind, everything is good. എന്തിനാ എല്ലാരും ഇങ്ങനെ നോക്കുന്നത്? ജയേട്ടന്റെ എല്ലാ സീരിയലിലെ നായികമാര് വിളക്ക് കെടാൻ അകത്ത് കയറിയല്ലേ? ഈ പുഷ്പവല്ലി കാലക്കുമേ. കറക്റ്റ് ടൈലർ മെയ്ഡ് കഥാപാത്രമാണ് റിമി ടോമിക്ക് ഇത്. ഇനി വീട്ടിൽ കയറി വന്ന പുതുപ്പെണ്ണ് രാത്രി ഇരുന്ന് TV കാണും. കാണലെന്നൊക്കെ പറഞ്ഞ ഒരു 5 മണിക്ക് ഇരുന്ന രാത്രി 12 മണി വരെ ഇരുന്ന് കളയും. ജയേട്ടൻ എല്ലാ സീരിയലിന്റെ കഥ അറിയാലോ. എനിക്കല്ലേ അറിഞ്ഞുകൂടാത്ത. അമ്മയ്ക്ക് എപ്പോഴേ മനസ്സിലാവും ചൂടത്ത് കയറി വന്ന് ഇച്ചിരി നാരങ്ങ വെള്ളം പോലും ഇവിടെ ഇട്ടരൂല. ജയദേവനാണെങ്കിൽ അകത്ത് ആദ്യരാത്രി ആഘോഷിക്കാൻ അടങ്ങിയിരിക്കണം. ബട്ട് ഒരു തരത്തിൽ 2015 നമ്മൾ കണ്ട ഏറ്റവും വലിയ ഫെമിനിസ്റ്റ് കഥാപാത്രമല്ലേ ഇത്. കല്യാണം കഴിഞ്ഞ് ഭർത്ത വീട്ടിൽ ചെന്നാലും അവൾ അവിടെ അവളെ തോന്നിവാസമല്ലേ കാണിക്കൂ. പിന്നെ എന്തോ തുണഭാഗ്യത്തിന് അവിടെ കറണ്ട് പോകും. കിട്ടിയ ഗ്യാപ്പ് കയറി ആദ്യരാത്രി ആഘോഷിച്ച് കളയാന്ന് ജയദേവൻ ചുങ്കത്തറയും. ബട്ട് കാള പോലെ വളർന്നെങ്കിലും പോത്തുപോലെ ജീവിക്കാനാണ് ഈ മോളിക്കുലർ മൊണ്ണയ്ക്ക് വിധി. കറണ്ട് വന്നതും അവള് നേരെ ടിവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ഓ തന്തയുടെ സന്തോഷം നോക്ക്. ഇടോ മൊരടിച്ച് ഓട് അവസാനം. നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുമെന്നേ വരൂ. ഒരു പെണ്ണ് വലതുകാല് വെച്ച് വന്ന് കേറി അപ്പോഴേക്കും തുടങ്ങി വഴക്കും ഒക്കെ കാണും. ഇനി നമ്മുടെ മൾട്ടി ടാലന്റഡ് മാനിയക്കായ പുഷ്പവല്ലിക്ക് വേറെയുമുണ്ട് കുറച്ച് ഹോബികൾ. പിറ്റേന്ന് രാവിലെ ഉറക്കണിച്ച് നേരെ അയൽവക്കത്ത് വീട്ടിലെ ചേച്ചിയുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറി ചെല്ലും. തനിക്ക് ചുറ്റും 100 മീറ്റർ ചുറ്റളവിൽ 100 അടി മാറി നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനും പ്രവചിക്കാനുമുള്ള കഴിവ് എല്ലാ സ്ത്രീ പുരുഷ സീരിയൽ അഡിക്റ്റുകൾക്കും പറ്റുമല്ലോ. പുഷ്പവല്ലി നേരെ അയൽവക്കത്തെ ചേച്ചിയെ കയറി വരട്ടും. ഇനി അധികം ചിരിപ്പിക്കണ്ടെന്ന് ഞാൻ ജയേട്ടനോട് പറയാട്ടോ. ചിലപ്പോ ചിരിച്ച് വയറങ്ങനെ പൊട്ടിയാലോ. കുളിക്കാൻ കയറാൻ പോലും ജയദേവൻ ഒരു സമാധാനം കിട്ടൂല. പുറകെ വന്നവൾ വാതിലിന്റെ വെളിയിൽ നിന്ന് കുഴയും. ഞാനും വന്നോട്ടെ. ഇതിനകത്തേക്കാ അല്ല, ലൊക്കേഷനിലോട്ട്. പ്രത്യേകതരം സൈക്കോ കഥാപാത്രമാണ് ഈ പുഷ്പവല്ലി. നിർബന്ധിച്ച് സീരിയൽ സെറ്റിൽ എത്തിച്ചേർന്ന പുഷ്പവല്ലി സീരിയലിലെ മമ്മൂട്ടിയെ സാജൻ സൂര്യയെ കാണും. കണ്ടതും നിയന്ത്രണം വിട്ട് പാഞ്ഞെടുക്കുന്ന പാണ്ടിലോറിയെ പോലെ സാജൻ സൂര്യയുടെ ദേഹത്തിൽ പോയി ഇടിച്ചു നിൽക്കും. ഒരുവിധം നമ്മുടെ പേട്ടൻ ഭാര്യയെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകും. എന്നാ അതും കൊണ്ടും തീരോ. അകത്ത് കയറി ചെന്ന് അവള് നായികമാരെ പിടിച്ച് ഭീഷണിപ്പെടുത്തും. ജയേട്ടനുമായിട്ട് നിനക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്താ ചെയ്തതും പോരാ,
നാണമില്ലാണ്ട് പറഞ്ഞോണ്ട് നടക്കുന്നു. ആ ഒരു സമയത്ത് അവിഹിതവും കള്ളക്കഥകളും റേപ്പ് പോലും ജോക്സ് ആക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ദേ ഇതൊക്കെ നോക്കൂ, ഇതൊക്കെ ഒരു ജോക്കായി കണ്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മൾ ഓർക്കണം. മോൾക്ക് എത്ര വയസ്സായി? 14. ഓയ്, എന്തായാലും ഈ കുരുന്നു പ്രായത്തിൽ ഇങ്ങനെ സംഭവിച്ചതിൽ ഞങ്ങളുടെ പാർട്ടി ശക്തമായി അപലപിക്കും. എന്നാലും എന്റെ നേതാവേ, ഒരു മനസാക്ഷി ഇല്ലാതെ എന്റെ കൊച്ചിനോട് അവര് കാണിച്ചല്ലോ. 1 or 2 പേരോ മറ്റോ ആണോ? 10-30 പേരല്ലേ ആ കാലമാടന്മാര്. 10-30 പേരുണ്ടോ? രക്ഷപ്പെട്ടില്ലേ? ഇപ്പോഴത്തെ കണക്കനുസരിച്ച് രൂപ 40,000 കയ്യിൽ വരുമല്ലോ. എന്തായാലും ഒരു സൊസൈറ്റി എന്ന നിലയിൽ നമ്മൾ ഒരുപാട് വളർന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് തമാശയൊക്കെ വേണ്ടി. പണ്ട് സീരിയലുകളിലെ നിത്യസാന്നിധ്യമായിരുന്നു ചാക്കാല എടുത്ത് കുഴിയിലേക്ക് കോളാമ്പിയിൽ തുപ്പിയിരിക്കുന്ന ഏതെങ്കിലും ഒരു കിളവന് കയ്യബദ്ധം പറ്റിയ ഒരു ഭാര്യയും മോളും കയറി വരിക. അത്തരം ഒരു കഥാപാത്രം സീരിയലിൽ എന്ന പോലെ ഈ സിനിമയിലും കയറി വരുന്നുണ്ട്. ചാൻസ് ചോദിച്ചു വന്ന ആ സ്ത്രീനെയും കുഞ്ഞിനെയും അച്ഛന്റെ അവിഹിതമാണെന്നും പറഞ്ഞ് ഇവൾ ആട്ടി ഓടിക്കും. ഞാൻ എങ്ങനെ പറയണം? മോള് വളർന്നു കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങിക്കോളും. മോക്ക് ചാൻസ്, അമ്മയ്ക്ക് കൊഞ്ചല്. ഇനി നീ ജയേട്ടനെങ്ങാനും വിളിച്ചു പോയാ കടക്ക് പുറത്ത്. ഇത് സീരിയലിലെ ട്രോളാമെന്റ് കണ്ട് എടുത്ത സിനിമയാണ്. സീരിയലിൽ കാണുന്നവർ പോലും ഇത് കണ്ട സഹിക്കൂലേ. എന്തായാലും ഈ ഒരു വിഷയത്തോടു കൂടി ഇവൾക്കെതിരെ വീട്ടിലുള്ളവരെല്ലാരും തിരിയും. പിന്നെ ഇവളാണെങ്കിൽ ഓരോ സമയത്ത് ഓരോരോ മൂടുള്ള ഒരു മൂദേവി ആയതുകൊണ്ട് അവൾ ഇതൊക്കെ ഒരു ചലഞ്ചായിട്ട് അങ്ങ് ഏറ്റെടുക്കും. എന്നിട്ട് വീട്ടുകാരെ വെല്ലുവിളിക്കും. പിന്നെ അങ്ങോട്ട് ഈ സ്യൂഡോ സൈക്ക് കാരണം ഏതേമോ ചുങ്കത്തറ അനുഭവിക്കും. എടാ, ഒരു പെണ്ണ് കിട്ടുമ്പോ സൂക്ഷിക്കേണ്ടേടാ. അണലി ഇഡലി തിരിച്ചറിയാത്ത നീയൊക്കെ എന്തിനു പെണ്ണ് കെട്ടാൻ പോയാ? ജയദേവന്റെ കുടുംബ പ്രശ്നങ്ങൾക്കിടയിൽ ജയദേവന്റെ സീരിയലുകളുടെ റേറ്റിംഗ് എല്ലാം ഇടിയും. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ജയദേവന് പോയിസൺ ഷാജി ഒരു ഉപദേശം കൊടുക്കും. രണ്ടെണ്ണം പൊട്ടിക്ക് സാറേ, അപ്പൊ മൊത്തത്തിൽ ശരിയാവും. എന്റെ സാറെ തല്ല് പേടിക്കാത്ത ഒരു പെണ്ണ് പോലും ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ നല്ല ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അടികിട്ടിയ പെണ്ണ് നന്നാവുമെന്ന് സയന്റിഫിക് എവിഡൻസ് ഒന്നും ഇല്ലെങ്കിലും ജയദേവൻ അത് പരീക്ഷിക്കാൻ തീരുമാനിക്കും. ഭാര്യാമർദ്ദനം പതിവായി നടന്നിരുന്ന ഒരു കാലം. പ്രോബബ്ലി അതൊരു പ്രസ്റ്റീജായി കണ്ടിരുന്ന ലോകം. കുട്ടി ഞാൻ പറഞ്ഞ തിരിച്ചറിഞ്ഞ പൊട്ടിക്കവനാ പൊട്ടിക്ക്. പീക്ക് ടോക്സിക് ഇയർ ഓഫ് മോളിവുഡിലെ പീക്ക് മെയിൽ ഷോഫനിസ്റ്റ്, പീക്ക് മെയിൽ രൂപമാണ് ജയറാമേട്ടൻ. ആകാശദീപങ്ങൾ സാക്ഷി പൊതുജന താല്പര്യാർത്ഥം ഭാര്യയ്ക്ക് 2 അടി കൊടുത്ത അദ്ദേഹത്തിന്റെ മാനസിക നില തെറ്റും. സ്വന്തം ഭാര്യയെ തല്ലിയെന്നല്ലോ എന്ന സങ്കടത്തിൽ അദ്ദേഹം ഡിപ്രസ്ഡ് ആകും. പാപം, തന്റെ അധികാരം ദുർവിനിയോഗം ചെയ്തിരിക്കുന്നു. ഈ ഡിപ്രഷനിൽ നിന്ന് മാറാനായി കൂട്ടുകാരൻ നമ്മുടെ അസുഖം വന്ന മോഹൻലാൽ അദ്ദേഹത്തെ ഒരു ബംഗ്ലാവിൽ കൊണ്ടാക്കും. അവിടെ ചെല്ലുമ്പോ കഥയൊക്കെ മാറി. അതിനകത്തൊരു വടയക്ഷി. ആ പടത്തിൽ കബീർ പുന്നമിയെ കൊണ്ട പ്രേതത്തെ കണ്ട് പേടിച്ച ജയദേവൻ ഒരു മരത്തിന്റെ വേരി കിടന്നുറങ്ങി രാവിലെ എണീക്കും. ഇനി നമ്മുടെ രോഗം വന്ന മോഹൻലാൽ അല്ലേ പ്രൊഡ്യൂസർ. ടിആർപി റേറ്റിംഗ് കുറഞ്ഞ പുള്ളിക്കല്ലേ നഷ്ടം. പുള്ളി പറയും, നീ എന്തായാലും പ്രേതത്തെ കണ്ടല്ലേ, അത് വെച്ചൊരു കഥ എഴുതി നമുക്കൊരു ഉഗ്രം പ്രേത സീരിയൽ ഉണ്ടാക്കാന്ന്. ഇവിടെ നമ്മുടെ മാനസികാവസ്ഥയും മുതലെടുക്കുന്ന ഇവനെ കള്ള തിരുവനന്തപുരം ഭാഷ സംസാരിക്കണം, നിന്നെ ഇനി മേലെ തമ്പാനൊരു സ്റ്റാൻഡ് കണ്ടോലെന്ന് പറഞ്ഞ് അവര് തമ്മിൽ പിണങ്ങും. എനിക്കാണ് നഷ്ടമാണത്, ഞാനത് തരിപ്പണാവണത്. എന്നെ മാത്രമല്ല കാശ് മുടക്കും. മീൻവെൽ നമ്മുടെ ഭാര്യ ഒരു മുനി സുനിയെ കാണാൻ പോകും. ജയദേവനെ എങ്ങനെയെങ്കിലും പൂട്ടണം. മുഴുവൻ നടുതണത്ത് ഞങ്ങൾ കിടത്തിയാതോ. പിന്നെ എനിക്കെന്ത് കാര്യം? കിടത്തണ്ട. പുള്ളി ഒരു കാടമുട്ടയിൽ കുറച്ച് കൂടോത്രം ചെയ്ത് ഇത് കൊണ്ടുപോയി വീടിന്റെ ഈശാന കോണി കുഴിച്ചിടാൻ പറയും. കൂടോത്രം ചെയ്തവരെ ശിക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വകുപ്പിലിട പുല്ലേ. മീൻവെയിൽ നായകനും പ്രൊഡ്യൂസറും തമ്മിലുള്ള കലിപ്പ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. അധികാരത്തോടെ കയറിപ്പോണ ഈ വണ്ടി ഞാൻ എന്റെ സീരിയൽ ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചിട്ടേക്കണേണ്. അല്ലാതെ ഇനി രോഗം വന്ന മോഹൻലാലിന്റെ കൂടെ പിടിച്ചിരിക്കാൻ പറ്റൂലെന്ന് മനസ്സിലായ നായകൻ മോഹൻലാലിന്റെ ഉറ്റ സുഹൃത്തായ ഗണേഷ് കുമാറിനെ കാണാൻ ചെല്ലും. പുള്ളിയും ഒരു അഖണ്ഡ പ്രൊഡ്യൂസറാണ്. അങ്ങനെ അവർ തമ്മിൽ ഒരുമിച്ചൊരു ഹൊറർ സീരിയൽ എടുക്കാൻ തീരുമാനിക്കും. ശരിക്കും ആരാണ് ഈ ഹൊറർ സീരിയലിലെ നായകൻ എന്നറിയാമോ? നമ്മുടെ സിഖ് മോഹൻലാൽ ജയദേവനെ പേടിപ്പിക്കാൻ അയച്ച പ്രേതം. അതായത് ഇവന് വേണ്ടി കഥ എഴുതാൻ അവൻ തന്നെ മെനഞ്ഞൊരു മറ്റൊരു കഥയാണ് ഈ പ്രേതം. ആ ബംഗ്ലാവിൽ ഇവളെ കാശ് കൊടുത്ത് ഇറക്കിയതാണ്. അങ്ങനെയെങ്കിലും അവർ 2 സീരിയൽ എഴുതട്ടെന്ന് വെച്ചിട്ട്. പക്ഷെ ആ പണി പാളി. വെല്ലുവിളികളാകാം, പക്ഷേ നിന്നേക്കാൾ 4 കൂടുതലുള്ളത്. മീൻവെൽ നമ്മുടെ ക്രീമി ടോമി ചാക്കിലോട്ട് നടത്തുകയാണ്. തത്സമയം അവിടേക്ക് വന്ന ജയദേവൻ തന്റെ മെയിലേക്ക് മാറ്റിവെച്ച് മാപ്പ് ചോദിക്കും. സോറി.
ജയദേവൻ സോറി പറഞ്ഞെങ്കിലും വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞ നായികയ്ക്ക് കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട്. ഡിമാൻഡുകളാണെങ്കിൽ പലവിധം. അതിലൊരു പ്രധാന ഡിമാൻഡ് കേൾക്കുമ്പോ ഇവരൊക്കെ ഞെട്ടും. എത്രയും പെട്ടെന്ന് തന്നെ ഗർഭിണിയാക്കണം. ഒരു കൊച്ചുണ്ടായാലേ ആണുങ്ങൾ മര്യാദക്കാരാവും. ഇതൊക്കെ സമ്മതമാണെങ്കിൽ ഞാൻ വരാം. ആര് പറഞ്ഞൊന്ന് ഈ ഐഡിയ ഒക്കെ? പാബ്ലോ എസ്കോബാറിനുണ്ടായിരുന്ന 5 മക്കള്. അങ്ങനെ ഡിമാൻഡ് ഒക്കെ അംഗീകരിച്ച് വീട്ടിലെത്തിയ ശ്രീവല്ലി വീണ്ടും പഴയ പണി തുടരുകയാണ്. ശബ്ദം മാറ്റിയൊക്കെ പേട്ടനെ വിളിച്ച് പറ്റിക്കും. ആഞ്ചലിന്നാണ് കേട്ടോ. അതിന് സ്നേഹമുള്ളവരെന്നെ ഗീതൂന്ന് വിളിക്കും. പിന്നെ എനിക്ക് 18 വയസ്സായി കേട്ടോ. അത് മാത്രം അതുവഴി മിണ്ടാതെ പോയി അമ്മയെ വിളിച്ചു നിർത്തി. അമ്മ വേണമെങ്കിൽ അമ്മയുടെ കിളവനെ ഇതുപോലെ വിളിച്ച് പറ്റിക്കാൻ പറയും. അപ്പൊ തനി സ്വഭാവം അറിയാന്ന്. സത്യം പറഞ്ഞ റിട്ടയർഡ് പട്ടാളക്കാരന് ഇപ്പോഴും പൊട്ടാത്ത ബോംബ് കയ്യിലുണ്ട്. തള്ള ഇതുപോലെ അനുസരിച്ച് ഇയാളെ വിളിക്കും. സാറിന്റെ വിവാഹം കഴിഞ്ഞോ? അങ്ങനെ ഒരു പറ്റി. ഇവനോ ഈ വയസ്സായ കിളവന്മാർക്ക് കുറച്ച് കഴപ്പ് കൂടുതലാണെന്നുള്ളൊരു കൾച്ചറൽ പ്രോബ്ലം ആണ്. ആൻഡ് ഇറ്റ് ഈസ് വൈഡ്ലി അക്സെപ്റ്റഡ്. ഇന്നും ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നീയാണെന്ന്. ഇനി ജയദേവൻ ചുങ്കത്തറമായിട്ട് പിണങ്ങിയ നമ്മുടെ ഇദ്ദേഹം 16 സിനിമയ്ക്ക് കഥ എഴുതിയ ആളെ ഒരു ബംഗാളി ഒരു തമിഴിനെയും വാടകയ്ക്കെടുത്ത് പുതിയ സീരിയലിന് വേണ്ടി കഥ എഴുതിക്കും. മീൻവേൽ ജയദേവന്റെ ഭാര്യ സെറ്റിലേക്ക് ചെന്ന് നായികയെ വരെ നാടകം പഠിപ്പിക്കും. ഒരു കുഞ്ഞിനെ അമ്മ താരാട്ട് പാടി ഉറക്കുമ്പോൾ ഹൃദയം സന്തോഷം കൊണ്ട് പൂത്തു വിടരും. ഇതെന്താണ് പാവങ്ങൾക്ക് വരെ മഞ്ഞക്കാടുണ്ടല്ലോ. ഇത് ആക്ച്വലി കോമഡി ആയിട്ടാണ് സിനിമയിലും കാണിക്കുന്നത്. എന്തരായാലും കൊള്ളാം. പാർവതി കൃഷ്ണയൊക്കെ ഫേസ് യോഗ ഇപ്പോഴാണ് തുടങ്ങിയ. ട്രിമിറ്റോമയൊക്കെ അന്നേ ചെയ്യുന്നുണ്ട്. എന്താ ഇവര് കാണിക്കുന്നു? സോ എന്തായാലും നമ്മുടെ ജയദേവന്റെ സീരിയൽ ഒരു സൂപ്പർ ഹിറ്റ് ആവുകയാണ് ഗൈസ്. ജയദേവന്റെ അക്രമാസക്തമായ ആ കഴിവ് ഉപയോഗിച്ച് അദ്ദേഹം ടോപ്പ് നമ്പർ 1 അടിക്കുകയാണ്. മരിക്കാൻ പോകുന്ന കൊച്ചുകുട്ടി, പാമ്പ് കൊത്താൻ പോകുന്ന മരുമോൾ, കറണ്ടടിച്ച് തല ഇറങ്ങി വീഴുന്ന അമ്മായിയമ്മ, വാറ്റുമ്പോ വീര്യത്തിന്റെ ബാറ്ററിയും പാറ്റയൊക്കെ ഇടുന്ന പോലെയാണ് സീരിയലിൽ ഈ ചേരുവകളെല്ലാം ചേർക്കുന്നത്. അങ്ങനെ ഇരിക്കും നമ്മുടെ ഗോസിപ്പ് റാണി നായിക ഏതോ പഴഞ്ചാക്ക് സീരിയലും കണ്ട് തലയ്ക്ക് ഭ്രാന്തയോ ആവശ്യമില്ലാതെ രണ്ടുപേരെ പറ്റി അവീത കഥയുണ്ടാക്കും. അത് അവര് ചോദിക്കാൻ വീട്ടിൽ കയറി വരും. ഇതും കൂടി ആയപ്പോ സൈകിട്ട് ജയദേവൻ തന്റെ പൗരുഷം പുറത്തെടുത്ത് അവളെ തല്ലും. ഇത് ശരിക്കും സിനിമയായിരുന്നേ, അതാ സീരിയല. സത്യം പറഞ്ഞ ഇത് സീരിയലിനേക്കാളും നാശം പിടിച്ചൊരു സിനിമയാണ്. ഇതൊക്കെ എങ്ങനെ തിയേറ്ററിൽ പോയി ആൾക്കാർ കണ്ട്. ഐസക് ന്യൂട്ടൻ അവിടെ ആപ്പിള് കണ്ടുപിടിച്ചപ്പോ മലയാളികൾ ഇവിടെ സീരിയൽ കാണായിരുന്നു അല്ലേ? ഓക്കെ, മൂവിങ് ഫോർവേഡ്. ബട്ട് ആ തല്ലോട് കൂടി അവൾ ഇറങ്ങി നാട് വിടും കായി. അവളെ തിരക്കി ബെൽപിള്ള രാജു ഒക്കെ വരും. പക്ഷെ കാണാതായിട്ട് 3 ദിവസം കഴിയും. വള്ളക്കടവില് മുങ്ങിയാലെ 3-ാം പക്കം പൊങ്ങുമെന്നാണല്ലേ. അല്ല, ഈ ബീജിയം ചേരണല്ലോ, ഒന്ന് മാറ്റിട്ട് നോക്കിയാല. എന്തായാലും ഒടുവിൽ കാത്തിരുന്ന പോലെ ജയദേവൻ ജയിക്കുകയാണ് ഗൈസ്. ടിആർപി റേറ്റിംഗിൽ അദ്ദേഹത്തിന്റെ സീരിയൽ 1-ാം നമ്പർ എത്തിയിരിക്കുന്നു. ഇനി അവിടെ മറ്റൊരു ട്വിസ്റ്റും കൂടി ഉണ്ട്. ശരിക്കും നമ്മുടെ അസുഖം വന്ന മോഹൻലാൽ ജയദേവന്റെ മാനസികാവസ്ഥ തളർന്നത് കാരണം, ഭാര്യയുമായുടെ പ്രശ്നങ്ങൾ കാരണം, കോൺസെൻട്രേഷൻ മാറിയത് കാരണം അദ്ദേഹത്തെ നന്നാക്കാൻ സ്വയം ഒരു വില്ലനായി മാറുകയായിരുന്നു. തന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ എഴുത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം നടത്തിയ നാടകമാണിതെല്ലാം. അതല്ലേ അറിയാ നമ്മുടെ ത്രില്ല്. പിന്നെ അറിയാലോ, ജയറാമേട്ടന്റെ സിനിമയാണ്. പുള്ളിക്ക് കരഞ്ഞോണ്ടൊരു സെന്റി സിനില്ലാതെ പറ്റൂലല്ലോ. ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞതും അദ്ദേഹം ഡിസ്കൗണ്ട് ഇട്ട് കരയും. ജയദേവനെ ജയിപ്പിച്ചു, വാശിയിൽ ജയിച്ചു, സീരിയലിലും ജയിച്ചു. പക്ഷേ ജീവിതത്തില് ജയദേവൻ ചുങ്കത്തറ തോറ്റു. അവളെ കാണാതായിട്ട് 3 ദിവസമായില്ല. ആ സത്യമൊക്കെ ഇവരിപ്പോഴാണ് അറിയണത്. ഈ മുണ്ണയ്ക്ക് കേസിനും വഴക്കിനൊന്നും പോകാതെ അടിച്ചതിന്റെ 1/2 മണിക്കൂർ കഴിഞ്ഞ് അവളെ കോവളം ബീച്ചിൽ റൂം എടുത്ത് അവിടെ കൊണ്ടുപോയി സൺസെറ്റ് വല്ലതും കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ ആ സങ്കടം ഒന്നും തീരൂലായിരുന്നു. എന്തായാലും അവളെ തിരുവനന്തപുരത്തിൽ പുള്ളിയെ പോലീസ് പിടിക്കും. അപ്പൊ അവിടെ വീണ്ടും ഒരു ഇറച്ചിക്കട ട്വിസ്റ്റ്. പുഷ്പവല്ലിയെ കിട്ടിയെന്ന്. പക്ഷെ അവളെ വീട്ടിൽ കയറ്റും തള്ളേന്നൊന്നും തയ്യാറാവും. പോലീസുകാർ അപ്പൊ തന്നെ ഇറങ്ങി വീട്ടിൽ നിന്ന് പോവുകയും ചെയ്യും. ഇതേത് അലിയർ മഠത്തിലെ അപ്പൂപ്പൻ തലയിൽ പപ്പടം നനച്ചൊട്ടിച്ചോണ്ട് പറഞ്ഞു. സംഭവമേ ഇവളെ ജയദേവൻ ജയിക്കാനായിട്ട് തല മുട്ടയടിക്കാൻ വേണ്ടി പളഞ്ഞു പോയെന്ന്. എന്തൊരു ചൈതന്യ ആ മുഖത്ത്. ഏതെങ്കിലും ഒരു തെങ്ങമൂട്ടി പിടിച്ചിരുത്തി 2 പൂവ് സൈഡിൽ കൂടെ വിതറി മുമ്പിലൊരു വിളക്കം കുത്തി വെച്ച് കഴിഞ്ഞാൽ ഹാൽദേവ് ഉണെന്ന് പറഞ്ഞ് നാട്ടുകാർ കാണിക്കിട്ടിട്ട് പോകും. എന്തായാലും ഇവരെല്ലാം ഒരുമിക്കും. അവളുടെ നിഷ്കളങ്കതയുടെ മുന്നിൽ, ആ പൊട്ടിപ്പെണ്ണിന്റെ മണ്ടത്തരത്തിന് മുന്നിൽ ആ ഫാമിലി പൊട്ടിച്ചിരിക്കുകയാണ്. അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നേരെ അവളെ വിളിച്ച് തന്റെ മുടങ്ങിപ്പോയി ആദ്യ രാത്രി ആഘോഷിക്കാൻ നായകൻ നായികയുമായി റൂമിൽ കയറി. അപ്പൊ എന്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഹാപ്പി വിഷു. താങ്ക്സ്, ലവ് യു. ചുവന്ന കരങ്ങളോടെ